നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നടത്തി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിൽ കർഷകർ. പാഴ്ചെടികളും മരങ്ങളും വളർന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്തുള്ള കല്ലൻതോട് അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ. പറപ്പൂക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. എറവക്കാട് ഓടമഹാസഭ UP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നടത്തി. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോർജ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, PB ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ ജേക്കബ്, ജെറോം MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാം ഈ കാലങ്ങളെ ഒട്ടേറെ വെല്ലുവിളികളെയും അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മേഖലയ്ക്കകത്ത് വളർന്നു വന്നിട്ടുള്ളത്. പ്രശ്നങ്ങളെല്ലാം തന്നെ അത്ര സുഖകരമൊന്നുമല്ലായിരുന്നു പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മേഖല അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ച് മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളതിനെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതിന് വലിയ പ്രചോദനവും കരുത്തും നൽകാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് അതുപോലെ ഉപജീവനം കഴിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ടെലിവിഷൻ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ വാർത്ത കാണാൻ നമ്മൾ നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ ടെലിവിഷൻ മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണുകളിലാണ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ലുലു മാളിൽ സന്ദർശനത്തിന് വന്ന ഒരു കൊച്ചുകുട്ടിയും യൂസഫലിയും തമ്മിലുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിൽക്കുന്ന ഒരു വേദിയുടെ മുമ്പിൽ നിന്ന് യൂസഫലി ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ്സ് എടുത്തു. ആ കുട്ടി ടോയ്സിലേക്കല്ല വിരലിച്ചുകൊണ്ടിരുന്നത്. 3 വയസ്സുള്ള കുട്ടി അത് ഇപ്പോഴത്തെ ഫ്രെയിമിലുണ്ടായിരുന്ന ഐഫോണിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? യൂസഫലി ആയതുകൊണ്ട് ഐഫോൺ മാറ്റപ്പെടെ കൊടുക്കുന്നത് എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു ആ പടം. അതാണ് 2K ജെൻസിയുടെ കാഴ്ചപ്പാട്. 2000-ന് ശേഷം വന്ന തലമുറയുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളുടെ സൂചനയാണ് ഏറ്റവും മികച്ച അടുത്ത ഉദാഹരണമാണ് ആ 3 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ കൺമുന്നിൽ നിരന്നു നിരുന്ന 100 കണക്കിന് മികച്ച നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾക്ക് പകരം അത് തൊട്ടപ്പുറത്തെ അലമാരിയിൽ നിന്ന് ഐഫോണിലേക്ക് ഉരച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ തലമുറയുടെ മാറ്റമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മാറ്റമില്ലാത്തതായിട്ട് ലോകത്ത് മാറ്റമെന്നൊന്നും മാത്രമേ ഉള്ളൂ. മാറിക്കൊണ്ടേയിരിക്കും ലോകം. അത് അനിവാര്യതയാണ്. ആ മാറ്റത്തിനൊപ്പിച്ചു മാറുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. ഔട്ട്ഡേറ്റഡ് പ്രൊഡക്റ്റായി ഞാനും നിങ്ങളും മാറും. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. മരോട്ടിച്ചാൽ സ്വദേശി വാക്കനാംപാടത്തിൽ തങ്കച്ചന്റെ കൃഷിയിടത്തിലെ കദളി ഇനത്തിൽപ്പെട്ട വാഴകളാണ് ആനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രിയിലാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്.
കുലവെട്ടാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള മൂപ്പെത്തിയ വാഴകളാണ് ആനകൾ ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ചത്. മാർക്കറ്റിൽ കായ കിലോയ്ക്ക് 70 രൂപയോളം വിലമതിക്കുന്ന 120 പരം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. ഒരു വാഴയിൽ നിന്നും 10 കിലോയോളം തൂക്കം വരുന്ന കുലകളാണ് ലഭിക്കുന്നത്. ഇവിടെ ആനയിറങ്ങുന്നത് പതിവ് സംഭവമാണ്. ഓരോ തവണയും കൃഷിനാശം സംഭവിക്കുമ്പോൾ കടുത്ത സാമ്പത്തിക കടബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. വൈദ്യുതി വേലിയുടെ ബാറ്ററി തകരാറിലായതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കർഷകർ ആരോപിച്ചു. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന തരത്തിൽ പാഴ്ചെടികളും മരങ്ങളും വളർന്ന് അവഗണനയിൽ നശിക്കുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്തുള്ള കല്ലൻതോട്. മണ്ണ് വീണ് നികന്നും വശങ്ങൾ ഇടിഞ്ഞും ശോച്യാവസ്ഥയിലുള്ള തോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന തരത്തിൽ പാഴ്ചെടികളും മരങ്ങളും വളർന്ന് അവഗണനയിൽ നശിക്കുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്തുള്ള കല്ലൻതോട്. മണ്ണ് വീണ് നികന്നും വശങ്ങൾ ഇടിഞ്ഞും ശോച്യാവസ്ഥയിലുള്ള തോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരു കാലത്ത് കല്ലൻതോട്ടിലെ വെള്ളത്തെയായിരുന്നു പ്രദേശത്തെ കർഷകർ നെൽകൃഷിക്കായി ആശ്രയിച്ചിരുന്നത്. മഴക്കാലത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കാതെ സമീപത്തുള്ള കുറുമാലി പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോട് വഴിയാണ്. വേനൽക്കാലമായാൽ തോട് വറ്റി വരണ്ടു പോകും. വാസുപുരത്ത് കല്ലൻതോട് പാലത്തിന് സമീപം മുളകളും മറ്റു പാഴ്മരങ്ങളും വളർന്ന് തോട് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ കാട് മൂടി കിടക്കുകയാണ്. വിജനമായ ഈ ഭാഗത്ത് പാലത്തിന് ചുവടെ തോട്ടിൽ മാലിന്യ നിക്ഷേപവും വർദ്ധിച്ചു വരികയാണ്. പഞ്ചായത്തിലെ 22-ാം വാർഡിൽ പെടുന്ന വാസുപുരത്തെ കല്ലന്തോടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നിറയെ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ ഈ മുള ചാഞ്ഞു കിടന്ന് വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ശക്തമായ കാലവർഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ വെള്ളക്കെട്ടുണ്ടായിട്ട് ഈ സമീപത്ത് കാണുന്ന ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറി കൃഷിനാശം വമ്പിച്ച രീതിയിലുള്ള കർഷകർക്ക് കൃഷിനാശം സംഭവിക്കും. അത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ തോട് എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇത് ക്ലീനാക്കി പൊതുജനങ്ങൾക്ക് കർഷകർക്ക് അവരെ കൃഷിനാശം സംഭവിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. തോട് വൃത്തിയാക്കാത്തതിനാൽ മഴക്കാലത്ത് വെള്ളം ശരിയായി ഒഴുകിപ്പോകാത്തത് വെള്ളക്കെട്ടിനും കൃഷിനാശത്തിനും കാരണമായിട്ടുണ്ട്. തോട് പുനരുദ്ധരിച്ചാൽ കൃഷിനാശം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റിയും മാലിന്യം കോരിക്കളഞ്ഞും ബണ്ട് ഇടിഞ്ഞ ഭാഗത്ത് കയർ ഭൂവസ്ത്രം സ്ഥാപിച്ചും കല്ലൻ തോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പിള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് അരങ്ങത്ത് പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കുള്ള പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ചന്ദ്രൻ, സിന്ധുമോൾ, പ്രബലൻ ചുണ്ടലപ്പറമ്പിൽ, ഐസൻ ഐസക്, സജിത രാജീവ്, ധന്യ ഷനോജ്, മായ രാമചന്ദ്രൻ, ICDS സൂപ്പർവൈസർ ആൻസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. വിഭിന്നമായിട്ടാണ് നമ്മളിപ്പോൾ ഭിന്നശേഷി ഗ്രാമസഭയും അതുപോലെ തന്നെ വയോജന ഗ്രാമസഭയും നിർബന്ധമായും വയ്ക്കണം എന്നുള്ളൊരു ആശയമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളും വെച്ചിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഓരോരോ പദ്ധതി ആസൂത്രണം ചെയ്തു ഇതുപോലെ ചേർന്നു. അപ്പൊ നിങ്ങളിൽ നിന്ന് വരുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷം പദ്ധതികൾ വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രായമായ ചിലപ്പോൾ എല്ലാവരും വീട്ടിലും കത്തിലുണ്ടായിരുന്നു. വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. പാലക്കൽ പൂരത്തോടനുബന്ധിച്ചുള്ള താലിവരവ് ചൊവ്വാഴ്ച വൈകിട്ട് തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. തുടർന്ന് ചെറുമഠത്തിൽ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടത്തി.
പൂരദിനത്തിൽ രാവിലെ 4:30 പള്ളിയുണർത്തൽ, 4:35 കണി കാണിക്കൽ, പ്രഭാതബേരി, 5 ഗണപതി ഹവനം, 5:30 ശ്രീലകത്തെഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി കലശാഭിഷേകം, 6 ഉഷപൂജ, 8 പന്തീരടി പൂജ, 8:30 മുതൽ 10:30 വരെ എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി, ഉച്ചതിരിഞ്ഞ് 3 മുതൽ 4:45 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്, വൈകിട്ട് 5 മുതൽ 7 വരെ എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, വൈകിട്ട് 6:30 ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, 7 മുതൽ കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, അത്താഴപൂജ, തുടർന്ന് തായമ്പക, രാത്രി 8 കൊച്ചിൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോ മസാല, 10:30 11:30 ഇടയിൽ മഹാഗുരുതി, വ്യാഴാഴ്ച പുലർച്ചെ 1:30 മുതൽ 3:30 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്, 4 മുതൽ 6 വരെ എഴുന്നള്ളിപ്പ്, രാവിലെ 6:30 ഹരിത ആയുർവേദ കമ്പനിക്കുളത്തിൽ നിന്ന് ആറാട്ട്, ശേഷം ആറാട്ട് കഞ്ഞി വിതരണം, തിരിച്ചെഴുന്നള്ളിപ്പ്, ഫെബ്രുവരി 18 പൊങ്കാല മഹോത്സവം എന്നിവയാണ് പരിപാടികൾ. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ ബുധനാഴ്ച ആഘോഷിക്കും. ഉച്ചാൽ ദിനത്തിൽ രാവിലെ 9 ശീവേലി, മേളം, 11 മുതൽ പ്രസാദ ഊട്ട്, കാഴ്ച ശീവേലി, പല്ലാവൂർ ശ്രീധരൻ മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം, വൈകിട്ട് 5 കൂട്ടിയെഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരൻ മാരാരുടെ നേതൃത്വത്തിൽ മേളം, 6:30 ദീപാരാധന, ശേഷം നാട്യതരംഗം, നൃത്തനൃത്യങ്ങൾ, തായമ്പക, പുലർച്ചെ 2 എഴുന്നള്ളിപ്പ്, 3 ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം, 5 കൂട്ടിയെഴുന്നള്ളിപ്പ്, 6 കളമെഴുത്ത്, തുടർന്ന് വേലവരവ് ചടങ്ങുകൾ ഉണ്ടായിരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ടി നസറുദ്ദീന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റ്. ചടങ്ങ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ സുമേഷ് നിവേദ്യം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജി സുനിൽകുമാർ അധ്യക്ഷനായി. സജിത ഗോപിനാഥ്, MS രാമചന്ദ്രൻ, CJ ജോയ്, TK നിതിൻ, MJ ജോൺസൺ, ശങ്കരൻകുട്ടി പാലക്ക എന്നിവർ സന്നിഹിതരായി. വിദ്യാർത്ഥി സമൂഹം പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ജൂനിയർ റെഡ് ക്രോസ് എന്നും സമൂഹത്തിന് മാതൃകയാണെന്നും സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ JRC ചാലക്കുടി ഉപജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂനിയർ റെഡ് ക്രോസ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കോഓർഡിനേറ്റർ പ്രവീൺ M. കുമാർ അധ്യക്ഷനായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി ഉപജില്ലാ JRC കോഓർഡിനേറ്റർ മനു മോഹൻ, KK താജുദ്ദീൻ, PD ബൈജു, CB സുനിതാദേവി എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സനീഷ് ബാബു സെമിനാറിന് നേതൃത്വം നൽകി. നിങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും, നിങ്ങളെ പെട്ടെന്ന് അവരുടെ കരവലയത്തിലാക്കാൻ പറ്റും. കാരണം നിങ്ങളെ മനസ്സെന്ന് പറഞ്ഞാൽ ചാഞ്ചാടി നിൽക്കുന്നതാണ്. നമ്മൾ തൃശ്ശൂര് ഒരു ഫ്രണ്ട്സുകൾ പലതരത്തിലുണ്ട്. ഇന്നു മുതൽ ശ്രദ്ധിക്കുക, ആൺ പെൺ ഫ്രണ്ട്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ. അതുപോലെ തന്നെ സിനിമ, ഞാൻ പറഞ്ഞു, സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നു, മദ്യപിക്കുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്നെല്ലാം അവർക്ക് കച്ചവടം കൊടുക്കാനാണ് സിനിമ. തൃക്കൂർ അളകപ്പ നഗർ വരന്തരപ്പിള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം പതിവായതിനാൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് എല്ലാ തോക്ക് ലൈസൻസ് ഉടമകളെയും അനുവദിക്കണമെന്ന് കർഷകരുടെ ആവശ്യം. വിവിധ പാടശേഖര കമ്മിറ്റികളുടെ കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PD ജേക്കബ്, ഔസേബ് കൊമ്പൻ, ദീപക് വല്ലച്ചിറക്കാരൻ, കവിത കർഷക കൂട്ടായ്മ ഭാരവാഹികളായ രാജു കിഴക്കൂടൻ, PR ഡേവിസ്, PM ഉമ്മർ എന്നിവരാണ് കാട്ടുപന്നികളെ കൊല്ലാൻ എല്ലാ തോക്ക് ലൈസൻസ് ഉടമകളെയും അനുവദിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
സ്വയം രക്ഷ, വിള സംരക്ഷണം മാത്രം നൽകുന്ന ഗൺ ലൈസൻസ് ലഭിച്ചവർക്ക് ദൂരപഞ്ചായത്തുകളിൽ പോയി വെടിവെക്കാൻ തയ്യാറാകാത്തതും പ്രായോഗിക പരിജ്ഞാനക്കുറവ്, ശാസ്ത്രീയ പരിശീലനം ഇല്ലാത്തതും അപകടങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. എന്നാൽ സ്പോർട്സ് ഗൺ ലൈസൻസ് ഉള്ളവർ ജില്ലയിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വ്യാപകമായി നിയമപരമായി വെടിവെച്ച് കൊല്ലുകയും അത് നിയമപരമായി മറവും ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ വ്യാപകമായ കൃഷിനാശം കുറയ്ക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. സ്പോർട്സ് ഗൺ ലൈസൻസ് ഉള്ളവരെ കാട്ടുപന്നി നിർമ്മാർജ്ജനം നിരോധിച്ച സർക്കാർ ഉത്തരവ് കർഷകർ കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും അനീതിയാണെന്നും ആ ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ കെ രാമചന്ദ്രൻ MLAക്ക് പരാതി നൽകി. കർഷകരുടെ പരാതി ഗൗരവകരമായി മനസ്സിലാക്കി അടിയന്തരമായി പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് MLA വനമന്ത്രി AK ശശീന്ദ്രന് കത്ത് നൽകി. എറവക്കാട് ഓടമഹാസഭ UP സ്കൂളിന്റെ വാർഷികവും പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനവും സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. കെ രാമചന്ദ്രൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നത്. നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ വളരെ മികച്ച നിലയിൽ എത്തി നിൽക്കുന്നു എന്നറിയുന്നത് തന്നെയാണ് ഏതൊരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ കൂളർ സമ്മാനിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 1982 SLC ബാച്ചിന്റെ കൂട്ടായ്മയായ വർണ്ണകൂടാരത്തിന്റെ നേതൃത്വത്തിലാണ് 1 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന വാട്ടർ കൂളർ സംഭാവന നൽകിയത്. വർണ്ണകൂടാരം പ്രസിഡന്റ് KN നാരായണൻ, സെക്രട്ടറി MV പ്രസന്നകുമാരി, ഖജാൻജി മധു കൊല്ലിക്കര എന്നിവരിൽ നിന്നും സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ, പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കുട്ടികൾക്ക് വെള്ളം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വർണ്ണകൂടാരം അംഗങ്ങളായ KV ബാബു, ജയൻ അയ്യഞ്ചിറ, P സരോജിനി, അജി വൈലോപ്പിള്ളി, V ബാബു, TK സേതുമാധവൻ, TA പുരുഷോത്തമൻ, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് KT ഷീബ, MPTA പ്രസിഡന്റ് ജോൺ C അമൽജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ ഒത്തുചേർന്നിരുന്നു. 91 വയസ്സുള്ള ഞങ്ങളെ മലയാളം പഠിപ്പിച്ച ലോകക്കുട്ടിമാരുടെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നമുക്ക് വേണ്ടി സംസാരിച്ച 3 മിനിറ്റുള്ള പ്രസംഗം, ഇതൊക്കെ ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കുട്ടികളായി ഇപ്പോ ഇവിടെ നിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വിജയമായ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് നല്ല നല്ല പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അത് കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും ആശംസയും. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സൂചകമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ടീച്ചറോട് വിശദീകരിച്ച് പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. വാട്ടർ കൂടത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ ഇന്നലെ ഇവിടെ സ്ഥാപിച്ചപ്പോൾ കണ്ടുകയാണ്. ടീച്ചർ പറഞ്ഞു, അതായത് കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ഗുജറാത്തിൽ നിന്ന് ഇതിന്റെ കമ്പനിയിൽ നേരിട്ട് ഇതിന്റെ സ്റ്റേജ് സ്റ്റീൽ കോപ്പർ പൈപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും കമ്പനിയിൽ നിന്നും നേരിട്ട് നമുക്ക് അയച്ചു കിട്ടിയതാണ്. അതിന് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് ഫ്രാൻസിസ് കൊറിയ എന്ന ഞങ്ങളുടെ സഹപാഠിയാണ്. അദ്ദേഹം അവിടെ ബിസിനസ് നടത്തുകയാണ്. അങ്ങനെയാണ് ആ സാധനം എത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രി നല്ല ഒരു സമ്മാനം തന്നെയാണ്. ആ സമ്മാനത്തെ പ്രതി ഇവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവര് പഠിച്ചുപോയ സ്കൂളിനെ ഒരിക്കലും മറക്കാതെ അതിലൂടെ ഇനിയും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അവര് നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് വലിയൊരു വാർത്തകളിലൂടെ നമുക്ക് ലഭ്യമായി. മലയാളിക്ക് എന്നെന്നും മനസ്സിൽ ഓർക്കാനും പാടാനുമായി ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ആ സൂര്യകിരീടം വീണുടഞ്ഞിട്ട്
16 വർഷം പിന്നിടുന്നു. മലയാള സിനിമാ ഗാനങ്ങൾക്ക് കാവ്യഭംഗിയുടെ നിലാവിന്റെ നീലഭസ്മ കുറിയിട്ട ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്ക് ഇന്നും മരണമില്ല. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. 2010 ഫെബ്രുവരി 10 ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത മലയാളിയുടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നതാണ് സത്യം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു. ആകാശദീപങ്ങൾ സാക്ഷി, ഹരിമുരളീരവം നിലയ്ക്കുന്നില്ല. കാലത്തെ അതിജീവിച്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ ഇന്നും ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ തലമുറയും അത് കൈമാറുന്നു. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ എന്ന ഗാനം പാടാതെ ഏതെങ്കിലും ഒരു വാലന്റൈൻസ് ഡേ കടന്നുപോകുമോ? പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ഇപ്പോഴും നെഞ്ചിലുണ്ടാക്കുന്ന നൊമ്പരം ഏറെ വലുതാണ്. അതുപോലെ തന്നെ ബാലേട്ടനിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന ഗാനവും, ജോണി വാക്കറിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ശാന്തമീ രാത്രിയിൽ തുടരും എന്ന സിനിമയിൽ കേട്ടപ്പോഴും ആരാധകർ കൈയടിച്ചു. ഹരിമുരളീരവം പാടാതെ ചാനലുകളിൽ മ്യൂസിക് റിയാലിറ്റി ഷോ പൂർണ്ണമാകാറില്ല. റൊമാൻറ്റിക് ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ഗാനങ്ങളും വേദനിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന മനസ്സുകൾക്ക് സ്നേഹസാന്ത്വനമാകുന്ന പാട്ടുകളും മഷിക്ക് പകരം കാവ്യഭാവന നിറച്ച ആ തൂലികത്തുമ്പിൽ നിന്ന് പിറന്നു വീണു. മലയാളിക്ക് പ്രിയപ്പെട്ട 10 ഗാനങ്ങൾ പറയാൻ പെട്ടെന്നു പറഞ്ഞാൽ അതിലേറിയ പങ്കും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതായിരിക്കുമെന്ന് തറപ്പിച്ചു പറയാം. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ആരോ വിരൽ മീട്ടി എന്ന ഗാനവും, മാടമ്പിയിലെ അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു എന്ന ഗാനവും ഒരേ തൂലികത്തുമ്പിൽ നിന്ന് പിറന്നതാണ് എന്നോർക്കുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ റേഞ്ച് അളക്കാവുന്നതിലും അപ്പുറത്താണെന്ന് തിരിച്ചറിയും. ഇരുൾ വീഴുന്ന നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി എന്ന് എഴുതിക്കൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി സിനിമാ പാട്ടുകൾ വെറും വാചക കസർത്ത് മാത്രമല്ല, അതിന് കാവ്യസുഗന്ധം കൂടിയുണ്ടെന്ന് തെളിയിച്ചു. വയലാറും പി ഭാസ്കരനുമൊക്കെ മലയാള സിനിമാ ഗാനസാഹിത്യ ശാഖയ്ക്ക് ചാർത്തിയ അലങ്കാരങ്ങൾക്കൊപ്പം ഗിരീഷ് പുത്തഞ്ചേരിയും മലയാള ചലച്ചിത്ര പാട്ടുത്സവങ്ങൾക്ക് വെഞ്ചാമരം വീശി. എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഒരുപാട് ഗാനങ്ങൾ കൊണ്ട് മലയാള സിനിമയെ കവിതാ ഗുണമുള്ള ഗാനങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാണ് ഗിരീഷ് പുത്തഞ്ചേരി യാത്രയായത്. എന്നാൽ ഗിരീഷ് എഴുതിയ ഗാനങ്ങൾ മരിക്കുന്നില്ല. അവയോരോന്നും നമ്മൾ ഇന്നും ഏറ്റുപാടുന്നു, മൂളുന്നു. ആ പാട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എത്രയോ ഗാനമേളകളിൽ ആ പാട്ടുകൾ ഇപ്പോഴും അലയടിക്കുന്നു. കാഴ്ചയുടെ പുതിയ ലോകം തീർക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഒല്ലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10-ന് പ്രശസ്ത സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ സ്റ്റീഫൻ ദാവസി അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ആശുപത്രി ശൃംഖലയായ അഹല്യയുടെ 23ാമത് ശാഖയാണ് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ ആരംഭിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്.
കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയായ വൈജ്ഞാനികം പദ്ധതിയിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമായി ചേർന്ന് അലങ്കാര മെഴുകുതിരി നിർമ്മാണം, നെറ്റിപ്പട്ടം നിർമ്മാണം, ഇമിറ്റേഷൻ ജ്വല്ലറി നിർമ്മാണം എന്നിവയിൽ പരിശീലനങ്ങൾ നടത്തുന്നു. 75% സബ്സിഡിയോടെ നടത്തുന്ന പരിശീലനത്തിന്റെ ഫീസിന്റെ 25% ഗുണഭോക്താവ് വഹിക്കേണ്ടതാണ്. മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസമുള്ളവർ ഫെബ്രുവരി 16-ന് 3-ന് മുൻപായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,555 രൂപയും പവന് 1,16,440 രൂപയും രേഖപ്പെടുത്തി. ചെറുവാൾ കോവാത്ത് പരേതനായ ശ്രീധരൻ ഭാര്യ ലക്ഷ്മി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പിള്ളി കോരനൊടി താണിശ്ശേരി ദേവസി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. സെലീനയാണ് ഭാര്യ. ലിൻസൺ, ലിൻഡോ എന്നിവർ മക്കളും ജിനു, സിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നടത്തി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിൽ കർഷകർ. പാഴ്ചെടികളും മരങ്ങളും വളർന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്തുള്ള കല്ലൻതോട് അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ. പറപ്പൂക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. എറവക്കാട് ഓടമഹാസഭ UP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിലും ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും Nctv ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.